21ാമത് മാരാമൺ കൺവെൻഷനിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത് കോട്ടയം വൈദിക സെമിനാരിയുടെ സ്റ്റോളിലാണ്. ബഹുമാനപ്പെട്ട VM മാത്യു അച്ഛൻ, PM ജോൺസൺ ഒക്കെ നമ്മോടൊപ്പം ഉണ്ട്, ടോണി അച്ഛൻ ഒക്കെ നമ്മോടൊപ്പം ഉണ്ട്. പ്രത്യേകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സെമിനാരിയുടെ എക്സിബിഷൻ സ്റ്റോൾ നാം കാണുകയുണ്ടായി. സഭയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഈ സഭയെ നയിക്കുന്ന വൈദികരെ വാർത്തെടുക്കുന്ന അനുഗ്രഹീതമായ ഒരേടാണ് കോട്ടയം വൈദിക സെമിനാരി. വൈദിക സെമിനാരിയുടെ ഈ സ്റ്റോളിൽ നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എന്താണ് ഈ വർഷത്തെ 131ാമത് മാരാമൺ കൺവെൻഷൻ വൈദിക സെമിനാരി വിദ്യാർത്ഥികളും അച്ഛന്മാരും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുന്നത് DSMCയിലൂടെ ഇതിൻ്റെ സഭയമക്കളോടെ? മാർത്തോമാ വൈദിക സെമിനാരിയുടെ 100ാം വർഷത്തിലാണ് ഈ 131ാമത്തെ മാരാമൺ കൺവെൻഷനിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സ്റ്റോളിൽ വന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. വൈദിക സെമിനാരി മാർത്തോമാ സഭയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനമാണ്. മാർത്തോമാ സഭയിലെ വൈദികരെ പരിശീലിപ്പിക്കുകയും ദൈവശാസ്ത്ര അഭ്യസനം പകർന്നു നൽകുന്ന മാർത്തോമാ സഭയുടെ സ്ഥാപനമാണ് മാർത്തോമാ വൈദിക സെമിനാരി. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനിൽ അനേക ആളുകൾ വന്ന് പങ്കെടുക്കുമ്പോൾ വൈദിക സെമിനാരിയുടെ സ്റ്റോൾ സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഈ സെൻറ്റിനറി വർഷത്തിൽ ഈ സെമിനാരിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം, സെമിനാരിയോടുള്ള സ്നേഹം അതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരിടമാണ് സെമിനാരിയുടെ സ്റ്റോൾ. അതുകൊണ്ട് തന്നെ ഈ മാരാമൺ മണൽപ്പുറം എപ്പോഴും സെമിനാരിയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സെൻറ്റിനറി വർഷത്തിൽ സെമിനാരി ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിവിധങ്ങളായ സെൻറ്റിനറി പരിപാടികളിലൂടെയാണ് ഈ സെമിനാരി ഇപ്പോൾ കടന്നു പോകുന്നത്. മാർത്തോമാ സഭയെ ദൈവശാസ്ത്രപരമായി ഉത്തേജിപ്പിക്കുന്നതിനും സഭയ്ക്ക് കാലോചിതമായ ദൈവശാസ്ത്രം പകർന്നു നൽകുന്നതിനും സെമിനാരി എക്കാലവും പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഈ മാരാമൺ കൺവെൻഷനിലൂടെ എല്ലാവരെയും അറിയിക്കുന്നതിന് പ്രത്യേകമായി അവസരമെടുക്കുകയാണ്. മാർത്തോമാ സെമിനാരിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നതിനെക്കുറിച്ച് ഇവിടെ പ്രത്യേകം പറഞ്ഞല്ലോ. അതിൽ അതിപ്രധാനമായിട്ടുള്ളത് ഒരു എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. എല്ലാ പ്രായത്തിലുള്ള ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകളുടെയും ഒരു എംപവർമെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സുകൾ, പ്രത്യേക പ്രസിദ്ധീകരണങ്ങൾ, പ്രത്യേക രീതിയിലുള്ള ചില കോൺഫറൻസുകൾ, സെമിനാർസ് ഒക്കെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഇതുകൂടാതെ ഈ സെമിനാരി സറാംപൂർ സർവകലാശാലയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. സറാംപൂർ സർവകലാശാലയുടെ അടുത്ത വർഷത്തെ കോൺവൊക്കേഷൻ അതിനുള്ള ഹോസ്റ്റ് ചെയ്യുന്നുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള സെമിനാരിയിലെ ഗ്രാജുവേറ്റ്സ് എല്ലാവരും കൂടെ വരി കോട്ടയത്ത് എത്തി അവർക്ക് ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോൺവൊക്കേഷൻ പ്രോഗ്രാംസ് അത് ഹോസ്റ്റ് ചെയ്യുന്നുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ജീർണിച്ച അവസ്ഥയിലാണ്. അതെല്ലാം പുനരുദ്ധരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതുകൂടാതെ റെഫ്രക്ടറി ഹാൾ ഏറ്റവും ജീർണാവസ്ഥയിലായത് പൊളിച്ച് പുതിയത് പണിയാൻ തുടങ്ങിയാണ്. തിങ്കളാഴ്ച അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. അത് ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണ് പണി ആരംഭിക്കുന്നത്. അതിൽ ആളുകളുടെയൊക്കെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സെമിനാറിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പല പള്ളികൾ സന്ദർശിക്കുകയും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ്. ആളുകളൊക്കെ ഔദാര്യമായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു. അതും എത്രയും വേഗം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ, ശതാബ്ദിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നത്.